ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളൊരു പുതിയൊരു വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുണ്ടോ ആ വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഒരു മേശ, കട്ടില്, ഡൈനിങ് ടേബിൾ, അങ്ങനെ കുറേ അനവധി നമ്മളെ സ്വപ്നം കണ്ടു ഒരു വീട് എടുക്കുമ്പോൾ. അപ്പോൾ ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു പൺ സൈറ്റാണ് ഞാനുള്ളത് ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഈ പൺ സൈറ്റിൽ ചെയ്തൊരു വർക്ക് മോശമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് സംഭവം. അതായത് സിമെൻറ്റ് ബോർഡാണ്, നമ്മളെ സിമെൻറ്റ് കൊണ്ട് വാർത്ത് ഷീറ്റാക്കിയ ഗ്രാനൈറ്റ് മോഡലുള്ള ഒരു ഷീറ്റാണിത്. ഗ്രാനൈറ്റ് അല്ല, സിമെൻറ്റ് ഷീറ്റാണ്. അപ്പോൾ അതിനെ കൊണ്ട് ആ ബോർഡ്, സിമെൻറ്റ് ബോർഡിനെ കൊണ്ട് ആക്കിയ ഒരു കബോർഡാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെയുള്ള ഒരു കബോർഡ് ചെയ്യണമെങ്കിൽ മരത്തിൽ ചെയ്യണമെങ്കിൽ വലിയ ഒരു എമൗണ്ട് ആവും. അത് പ്ലൈവുഡില്ലാതെ ചെയ്യുക. അപ്പം നമ്മളെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൈസ ആയിരിക്കും. അപ്പോൾ ഒരു ടീം ചെയ്ത വർക്കാണ് ഈ കാണുന്നത്. ഇത് വേറെ ഒരു ബെഡ്റൂമിൽ ചെയ്തതാണ്. നല്ല ഒരു ടേബിൾ, ബുക്കെല്ലാം വെക്കാനുള്ള ചെറിയൊരു ടേബിൾ. അതുപോലെ മേലൊരു തട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. നല്ല ചെറിയ ടീപ്പ് കണക്ക നല്ല അടുപ്പിച്ചുള്ള സ്ഥലം ഒരു കബോർഡൊക്കെയുണ്ട്. അതുപോലെ തന്നെ എന്താ ഇത്ര വലിയ ഷെൽഫിലാക്കുന്ന വലിയ പൈസയാവും, വലിയ എമൗണ്ട് ആവും ഈ നമ്മളെ ഈ പ്ലൈവുഡിലും ചെയ്യുമ്പോൾ. ഇത് ബേസും തട്ടാണ്. ഇതിൻ്റെ ഫ്രെയിം നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താൽ അത്രയും പൈസ കുറഞ്ഞു കിട്ടും. ഇത് നല്ല ഉറപ്പുള്ള സംഭവമാണ്. നല്ല അടിപൊളി തട്ടഞ്ഞാണ്. അതുപോലെ നമുക്ക് പൗഡർ, കൺമഷി, ചാന്ത് എല്ലാം വെക്കാൻ പറ്റിയ ചെറിയൊരു കോർണറായിട്ട് ചെറിയ തട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ചെവറിൻ്റെ ഒരു മൂലക്കായിട്ട് കൊടുത്തത്. പിന്നെ കാണുന്നത് നമ്മുടെ അടുക്കളയാണ്, അതാണ് കിച്ചൺ. അപ്പോൾ അവിടെ കൊടുത്ത ഒരു തട്ടാണിത്. അപ്പോൾ ഒരു തട്ടിൽ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5 ബോക്സ് ആയിട്ടാണ് കൊടുത്തത്, 5 അറ. അപ്പോൾ ഇത് നമ്മളെ ബേസിൻ്റെ ഇതാണ്. അതായത് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്നത് ഗ്രാനൈറ്റാണ്. ഇത് വർക്ക് ഏരിയയാണ്. അപ്പം ഇവിടെ അടിപൊളിയാക്കിയിട്ട് കിച്ചൺ കബോർഡ് ആക്കിയിട്ടുണ്ട്. ഇത് മേലത്തെ തട്ടാണ് ഇത് കാണുന്നത്. ഇതിന് ഒരു സൈഡായിട്ട് ഇവിടെയെല്ലാം ഒരു അലൂമിനിയത്തിൻ്റെ ഫ്രെയിം കൊടുക്കുക. അതിൽ ഡോറെല്ലാം കൊടുത്താൽ നല്ല അടിപൊളി സെറ്റാവും. അതുപോലെ തന്നെ കിച്ചൺ തട്ട്, ആ മഞ്ഞ കാണുന്നത് ഗ്യാസിൻ്റെ പൈപ്പാണ്.
ഇതുപോലെ അതിമനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ തട്ടിന് ഡബിൾ ബേസാണ് ഫിറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ തട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഫ്രെയിമിൽ വരുമ്പോൾ നല്ല കിടുവാവും. ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിളിച്ചവരെ അന്വേഷിക്കാവുന്നതാണ്.